നമസ്കാരം. ഏതൊരു വൻമരവും കടപുഴകി വീഴുന്ന ഒരു ദിവസമുണ്ടാകും. അത് എത്ര ഉയരത്തിൽ വളർന്നു നിന്നാലും, എത്ര വലുപ്പത്തിൽ വളർന്നാലും, വേരുകൾ എത്ര ആഴത്തിൽ ആഴ്ന്നിറങ്ങിയാലും ആ മരം ഏതെങ്കിലും ഒരു ദിവസം കടപുഴകി വീഴും. അതുപോലെ കാറ്റിലോ മഴയിലോ പേമാരിയിലോ ഒക്കെ ഇത് ഉണ്ടായേക്കാം. ഞാനിത് പറഞ്ഞു വന്നത് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചാണ്. കഴിഞ്ഞ 30 കൊല്ലങ്ങളായി SNDPയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ജനാധിപത്യപരമായിട്ടുള്ള തരത്തിലുള്ള വോട്ടെടുപ്പോ ഒന്നും നടത്താൻ അദ്ദേഹം തയ്യാറായില്ല. അതിൻ്റെ പേരിലാണ് അദ്ദേഹം പല കൃത്രിമങ്ങളും കാണിച്ചുകൊണ്ട് ആ ഒരു സ്ഥാനത്ത് തുടർന്നത്. ഇന്നലെ ഹൈക്കോടതി അദ്ദേഹത്തെയും ബോർഡ് അംഗങ്ങളെയും അയോഗ്യനാക്കിക്കൊണ്ടുള്ള വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇനി വെള്ളാപ്പള്ളിയുടെ മുമ്പിലുള്ള ഏക മാർഗം അപ്പീൽ പോകുക എന്നുള്ളതാണ്. അപ്പീൽ അനുവദിച്ചാൽ താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം കിട്ടും, അനുവദിച്ചില്ലെങ്കിൽ ഈ വിധി നിലനിൽക്കും എന്നുള്ളതാണ് അവസ്ഥ. ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ പോലും വെള്ളാപ്പള്ളി തയ്യാറായിട്ടില്ല. അദ്ദേഹം തലവേദനയാണ്, വീട്ടിൽ ചെന്ന മാധ്യമപ്രവർത്തകരോട് തലവേദനയാണ് എന്നാണ് അവിടെയുള്ളവർ അറിയിച്ചത്. സാധാരണ വെള്ളാപ്പള്ളി അങ്ങനെയല്ല. മിനിഞ്ഞാന്ന് കൂടി ഗണേഷ് കുമാറിൻ്റെ വിഷയത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ നടത്തിയിട്ടുള്ള വെള്ളാപ്പള്ളിക്ക് ഇന്നലെ ഈ വിധി വന്നതോടുകൂടി പെട്ടെന്ന് തലവേദന വന്നു എന്നുള്ളതാണ്. അതൊരു പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിന് താങ്ങാൻ കഴിയുന്ന ഒന്നല്ല. കാരണം മുടിചൂടാ മന്നനായി 30 കൊല്ലങ്ങളായി SNDPയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ആ സ്ഥാനം പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അതാണ് ഇന്നലെയും സംഭവിച്ചത്. ഈ പോരാട്ടം, ഈ നിയമ പോരാട്ടം പല ആളുകൾ പല ഘട്ടങ്ങളിലായി തുടങ്ങിയതാണ്. ഇപ്പോൾ പ്രൊഫസർ MK സാനു ആണ് ഈ പോരാട്ടത്തിന് തുടക്കം കുറിച്ച് വെച്ചത്. ഈ കേസുമായി അദ്ദേഹം മുന്നോട്ട് പോയത്. അതിനുശേഷം പലരും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോടൊപ്പം വന്നു. ഈ കേസ് എന്തായാലും പ്രൊഫസർ സാനു ഇന്ന് ജീവനോടെ ഇല്ല, അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ എന്തായാലും ഈ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയാണ്. വലിയ സന്തോഷത്തിലായിരുന്നു വെള്ളാപ്പള്ളി. കാരണം ഒന്നാമത് പത്മ പുരസ്കാരം കിട്ടി, 30 വർഷങ്ങൾ ഈ SNDPയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന 30 വർഷങ്ങൾ ആഘോഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അതൊക്കെ കൊണ്ട് വലിയ സന്തോഷത്തിലിരിക്കുമ്പോഴാണ് ചുറ്റിക കൊണ്ട് തലയിലടിച്ചതുപോലെയുള്ള ഒരു പ്രഹരം വെള്ളാപ്പള്ളിക്ക് കിട്ടിയത്. അത് അവിടെ നിൽക്കട്ടെ. അതോടൊപ്പം ഉയർന്നു വരുന്ന മറ്റൊരാശങ്കയുണ്ട്. ഇനി ആരാകും, ഇനി എന്താകും SNDPയുടെ സ്ഥിതി എന്നുള്ളതാണ് കാര്യം. വെള്ളാപ്പള്ളി ഇത്തരത്തിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളെയും അട്ടിമറിച്ചു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. അതിന് മുമ്പും പല കാര്യങ്ങളുമൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. KK മഹേശൻ അദ്ദേഹത്തിൻ്റെ വലം കൈയായിരുന്നു. KK മഹേശൻ്റെ മരണം പോലും, ആത്മഹത്യ പോലും നമ്മളെല്ലാം കണ്ടതാണെന്ന്. വലിയ രീതിയിലുള്ള 36 പേജോ മറ്റോ ഉള്ള ഒരു കത്താണ്, ആത്മഹത്യാക്കുറിപ്പാണ് അദ്ദേഹം എഴുതി വെച്ചത്. അതിനുശേഷമാണ് KK മഹേശൻ ആത്മഹത്യ ചെയ്തത്. പക്ഷേ എന്നിട്ട് പോലും വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കാനോ അദ്ദേഹത്തിനെതിരെ ഒന്നും ഒരു നടപടിക്കോ ഒന്നും ആരും തയ്യാറായിട്ടില്ല. അതിനെതിരെ KK മഹേശൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളിയുടെ പേരും അദ്ദേഹം ചെയ്ത പ്രവൃത്തികളും ഈ ആത്മഹത്യാക്കുറിപ്പിലുള്ളത് കൊണ്ട് തന്നെ പ്രതിഷേധ പരിപാടി നടത്തിയ, വെള്ളാപ്പള്ളിയുടെ വീട്ടിലേക്ക് പ്രതിഷേധ പരിപാടി നടത്തിയവരെ തടയുകയാണ് പോലീസ് ചെയ്തത്. കാരണം സർക്കാർ എപ്പോഴും വെള്ളാപ്പള്ളിയോടൊപ്പമായിരുന്നു. കോടതിയുടെ പല വിധികളും അത്ഭുതാവഹമായി, പലർക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട്. കോടതിയുടെ പല വിധികളും വെള്ളാപ്പള്ളിക്ക് അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊരു സ്വാധീനം ചെലുത്തിയും എന്ത് സ്വാധീനം ചെലുത്തിയും വെള്ളാപ്പള്ളി ആ സ്ഥാനത്ത് തുടരും എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ബിജു രമേശും ഗോകുലം ഗോപാലനും ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും ഫലം കാണാത്തൊരു സാഹചര്യത്തിലാണ് ഇന്നലെ എന്തായാലും ഹൈക്കോടതിയുടെ ഈ വിധി വന്നിരിക്കുന്നത്. ഇനി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാം, അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാം. അത് കഴിഞ്ഞാൽ ഇനി അടുത്ത് സുപ്രീം കോടതിയെ സമീപിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നിയമ നടപടികളൊക്കെ നടക്കുമ്പോൾ ഇനി SNDPയുടെ ഭാവി എന്താകുമെന്നുള്ളതാണ്. കാരണം വെള്ളാപ്പള്ളിയെ താഴെ ഇറക്കിയതിന് ശേഷം ആ സ്ഥാനത്തേക്ക് കയറിപ്പറ്റാനായി പലരും ശ്രമിക്കുന്നുണ്ട്. അതിൽ ആരാകും എന്നുള്ളതാണ് ഇന്ന് നമുക്ക് കണ്ടറിയേണ്ടത്. ഇവരുടെയൊക്കെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഈ SNDPയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം എന്ന് പറയുന്നത് വെറുമൊരു സ്ഥാനം മാത്രമല്ല, അതൊരു വലിയ സ്ഥാനം തന്നെയാണ്. കാരണം കേരളത്തിലെ പ്രബലമായിട്ടുള്ള ഒരു സമുദായമാണ് ഈഴവ സമുദായം. അവരെയൊക്കെ നിയന്ത്രിക്കുന്നതല്ലെങ്കിൽ പോലും അവരെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടനയുടെ ഒരു തലപ്പത്തിരിക്കുക, ജനറൽ സെക്രട്ടറി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം രാഷ്ട്രീയക്കാർക്കും ഈ ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും രാഷ്ട്രീയക്കാർ വന്ന് കാൽക്കൽ വീഴും. അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. അതുപോലെ ഏത് രാഷ്ട്രീയം, ഇടത് വന്നാലും വലത് വന്നാലും BJP വന്നു കഴിഞ്ഞാലും ഈ ഇത്രയും പ്രബലമായിട്ടുള്ള ഒരു സമുദായത്തിൻ്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് അവർക്ക് അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പലരും ഈ ഒരു സ്ഥാനത്തിന് വേണ്ടി ചരടുവലി നടത്തുന്നുണ്ട് എന്നുള്ളതാണ്
നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപാട് പേര് പല ചേരിയിൽ നിന്നുകൊണ്ട് കുറേ നാൾ വെള്ളാപ്പള്ളിയോടൊപ്പം നിന്നിട്ട് മറുഭാഗത്ത് പോയി വെള്ളാപ്പള്ളിക്കെതിരെ പോരാട്ടം നടത്തിയവരുണ്ട്. വീണ്ടും വെള്ളാപ്പള്ളിയുടെ അടുത്തേക്ക് വന്നവരുണ്ട്. അവരുടെ പേരുകളൊന്നും ഞാൻ എന്തായാലും പറയുന്നില്ല. എന്തായാലും അങ്ങനെയുള്ള വലിയൊരു വിഭാഗം ഇതിൻ്റെ പുറത്തുണ്ട്. അതായത് വെള്ളാപ്പള്ളിയെ താഴെ ഇറക്കിയതിനു ശേഷം ആരാകും ഈ സ്ഥാനത്തേക്ക് വരേണ്ടത്, എങ്ങനെ അധികാരം എങ്ങനെ പങ്കിട്ടെടുക്കണം എന്നുള്ള തരത്തിലൊക്കെയുള്ള ചിന്തകളുമായിട്ട് അല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങളുമായി നടക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴുമുണ്ട്. അത് പലർക്കും അത് അറിയുകയും ചെയ്യാം. ഗോകുലം ഗോപാലിനും ആ സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗോകുലം ഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനാണ്. വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ പോലും ഈ SNDP വിട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മകനാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത്. പക്ഷേ ഗോകുലം ഗോപാലിന് അങ്ങനെയല്ല. അദ്ദേഹമാണ് എല്ലാ സ്ഥലങ്ങളിലും ഓടി നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പല ബിസിനസ്സുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോകുലം ഗോപാലൻ ആ സ്ഥാനത്തേക്ക് വന്നാലും അതൊരു വെറുമൊരു റബ്ബർ സ്റ്റാമ്പായി അദ്ദേഹം അവിടെ ഇരിക്കുകയും അദ്ദേഹത്തിന് എപ്പോഴും ഗോകുലം ഗോപാലിനോടൊപ്പം ഒക്കെ നമുക്കറിയാം എപ്പോഴും ഈ ചക്കപ്പഴത്തിൽ ഈച്ച പൊതിഞ്ഞ് നിൽക്കുന്നത് പോലെ കുറേ പേർ എപ്പോഴും കാണും. ഇവരൊക്കെ ആയിരിക്കും ഈ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പിന്നീട് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യമൊന്നും അറിയില്ല. വെള്ളാപ്പള്ളി നടേശൻ 30 വർഷം ഒരേ സ്ഥാനത്തിരുന്നത്, ഈ സ്ഥാനത്തിരുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. എന്തായാലും ഈ വെള്ളാപ്പള്ളി നടേശനെ മാറ്റിയതോടുകൂടി ഇനി ആരാണ് ആ സ്ഥാനത്തേക്ക് വരുന്നത് എന്നുള്ള കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ അങ്ങനെ വന്നാൽ തന്നെ ഈ ഒരു സംവിധാനത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളുണ്ടോ എന്നുള്ളതാണ്. അതിന് പക്വതയും അതിനുള്ള ശേഷിയുമുള്ള ഒരാളുണ്ടോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. കാരണം ഈ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി പലരും പല രീതിയിലും ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇനി എന്താകും മുന്നോട്ടുള്ള SNDPയുടെ ഒരു ഭാവി എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്.